വിവാദ ഭേദഗതി നിയമം പാസ്സായതോടെ വഖഫ് സ്വത്തുകൾ കണ്ടുകെട്ടാൻ ബി.ജെ.പി. സർക്കാരുകൾ നീക്കം തുടങ്ങി. ആദ്യ നടപടി ഉത്തർപ്രദേശിലെ ആദിത്യനാഥ് സർക്കാരാണ് ആരംഭിച്ചത്. മുഴുവൻ ജില്ലാ കളക്ടർമാരും തങ്ങളുടെ അധീനതയിലുള്ള അനധികൃത വഖഫ് സ്വത്ത് കണ്ടെത്തി കണ്ടുകെട്ടണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടത്. നിയമവിരുദ്ധ വഖഫ് സ്വത്തുകൾ കണ്ടുകെട്ടാൻ പ്രവർത്തനം നടത്തുമെന്നും സർക്കാർ അറിയിച്ചു. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ഔദ്യോഗിക രേഖയിൽ 2963 വഖഫ് സ്വത്തുകൾ മാത്രമാണ് നിലവിലുള്ളത്. എന്നാൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത 1.30 ലക്ഷം സ്വത്തുക്കളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഈ സ്വത്തുക്കളാവും പിടിച്ചെടുക്കുകയെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. സംസ്ഥാനത്ത് വൻതോതിൽ സ്വത്തുക്കൾ വഖഫിന്റെ കീഴിലുള്ളതായും ഇവ ഉടനടി കണ്ടുകെട്ടുമെന്നും അധികൃതർ അറിയിച്ചു. ഗ്രാമ സമാജിന്റെ കീഴിലുള്ള ഭൂമി, കളം എന്നിവയും വഖഫ് സ്വത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സംഭാവന നൽകിയ ഭൂമി മാത്രമാകും ഇനി വഖഫിന് കീഴിൽ നിലനിർത്തുകയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. യഥാർത്ഥ വഖഫ് ഭൂമിയും സ്വത്തുക്കളും തിരിച്ചറിയാൻ സർവേ നടപടിയിലേക്കും റവന്യൂ വകുപ്പ് കടന്നിട്ടുണ്ട്. ബരാബങ്കി, സീതാപൂർ, ബറേലി, സഹാറൻപൂർ, ബിജ്നോർ, മുസഫർ നഗർ, മൊറാദാബാദ് തുടങ്ങിയ ജില്ലകളിലാണ് വഖഫ് സ്വത്തുകളിൽ അധികവും എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഈ മേഖലകളിലെല്ലാം കഴിഞ്ഞ ദിവസം സുരക്ഷാ സേനയെ അധികമായി വിന്യസിച്ചത് വഖഫ് സ്വത്ത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമിട്ടാണെന്നും സൂചനകളുണ്ട്. കൂടാതെ ഉദ്യോഗസ്ഥരുടെ അവധികളെല്ലാം റദ്ദാക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലെ കളക്ടർമാർ രേഖകൾ പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പിന്നാലെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനാണ് സർക്കാർ തീരുമാനം. വീടുകൾ ഇടിച്ചു നിരത്തിയും സംഭാൽ അടക്കമുള്ള പള്ളികളിൽ അവകാശങ്ങൾ സ്ഥാപിക്കാനുമുള്ള തീവ്ര ശ്രമം നടന്നു വരുന്നതിനിടെയാണ് വിവാദ വഖഫ് ഭേദഗതി നിയമം ആയുധമാക്കി മുസ്ലിം സ്വത്ത് പിടിച്ചെടുക്കാൻ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ തീരുമാനത്തെ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടി വിമർശിച്ചു. ഭേദഗതി നിയമത്തിന് പിന്നാലെ ന്യൂനപക്ഷങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ സർക്കാർ മുന്നോട്ട് വരുമെന്നും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതായി എസ്.പി. നേതാവ് ഹക്രുൽ ഹസൻ പ്രതികരിച്ചു. വഖഫ് ഭേദഗതി ബില്ലിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് ബീഹാറിൽ നിന്നുള്ള കോൺഗ്രസ് എം.പി. മുഹമ്മദ് ജാവേദ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ബിൽ ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിക്കുന്നതാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. വഖഫ് സ്വത്തുകളിലും അവയുടെ മാനേജ്മെന്റിലും ബിൽ ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നും ഇത് മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ സ്വയംഭരണത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും ഹർജിയിൽ വാദിക്കുന്നുണ്ട്. AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്.